പ്രിയമുള്ളവരെ, ദ റൂട്ട്സ് ഓഫ് നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു രാവണ ഗുഹയെക്കുറിച്ചാണ്. ഇത് തീർത്തും വിജനമായ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണിത്. അതിനാൽ തന്നെ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഇവിടെ താളം കെട്ടി നിൽപ്പുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നാം അറിയാത്ത പല നിഗൂഢതകളും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാവും. നമ്മുടെ അവിവേകവും ആവേശവും കൊണ്ട് അപ്രതീക്ഷിതമായ ആപത്തുകളിൽ പണിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാണുന്നതാണ് രാവണപ്പാടി ഗുഹാക്ഷേത്രം. പേരിൽ രാവണനുണ്ടെങ്കിലും ഇതൊരു ശൈവാരാധനാ കേന്ദ്രമായിരുന്നു. ഇന്നിവിടം ഒരു സംരക്ഷിത സ്മാരകമാണ്. വാസ്തുവിദ്യയിലെ സവിശേഷ ഘടകമായിട്ടുള്ള ഗുഹാക്ഷേത്രങ്ങൾ മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് വികസിച്ചത്. അക്കാലങ്ങളിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഹൈന്ദവ ബൗദ്ധ ഗുഹാക്ഷേത്രങ്ങൾ ഒരുപാട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലും ചെറുതും വലുതുമായ ഒരുപാട് ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രായണ അതിൽ സാമാന്യം വലിപ്പമേറിയതാണ് ബദാമിയിലെ ഗുഹാക്ഷേത്രം. ബദാമിയിലെ ഗുഹാക്ഷേത്രവും രാവണപ്പാടിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ ശൈലി വേറിട്ട് തന്നെ നിൽക്കുന്നു. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞാൻ ബദാമിയെ കൂടി ഇവിടെ കാണിക്കുകയാണ്. വലിപ്പം കൊണ്ട് ഇവ രണ്ടും അജഗജാന്തരത്തോളം ഉണ്ട്. പക്ഷെ അഴകുകൊണ്ട് രാവണഗുഹ വേറിട്ട് തന്നെ നിൽക്കുന്നു. ഇനി രാവണഗുഹയുടെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഇന്ത്യൻ വാസ്തുവിദ്യയുടെ അന്തസത്ത എന്നത് അതിലടങ്ങിയിരിക്കുന്ന ആത്മീയാംശവും പ്രകൃതിയുമായുള്ള സമന്വയമാണ്. ആത്മീയമായിട്ടുള്ള ഉത്കർഷതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പലതും അക്കാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടത്. ഓരോ കാലഘട്ടങ്ങളിലും വിവിധ വിശ്വാസധാരകൾ വാസ്തുവിദ്യയിൽ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഹൈന്ദവ ബൗദ്ധ ജൈന ശൈലികൾ ഇവിടങ്ങളിലെല്ലാം സമന്വയിച്ചു കാണാം. ഇക്കാണുന്നതാണ് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ സഭാഗൃഹം എന്നത്. ഇവിടെ ചുമരിൽ പ്രപഞ്ചനൃത്തമാടുന്ന 10 കൈകളുള്ള ശിവൻ, ഭൂമിദേവി, ഹരിഹരൻ, അർദ്ധനാരി, ദ്വാരപാലകൻ എന്നിവരെ കൊത്തിവച്ചിട്ടുണ്ട്. ഇത് പാറയോടുകൂടി തന്നെ കൊത്തിയെടുത്തൊരു ശിവലിംഗമാണ്. ഒരു വലിയ പാറക്കുന്ന് തുരന്നാണ് ഈ പണികളെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാം സങ്കല്പങ്ങൾക്കും അപ്പുറമാണിതെല്ലാം. ആ സങ്കല്പങ്ങളെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമാക്കിയ കഥയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറ തുറന്നെടുത്ത ഗർഭഗൃഹത്തിനുള്ളിൽ തന്നെ ശിവലിംഗവും. ഇത് വേറെ നിർമ്മിച്ചു പ്രതിഷ്ഠിച്ചതല്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഭാരതീയ വൈജ്ഞാനിക ശാഖകളിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ വാസ്തുവിദ്യയുണ്ട്. കാരണം ഈ പാറ തുറക്കുവാനുള്ള ചില ഗോപ്യമായ വിദ്യകളും രസക്കൂട്ടുകളും വാസ്തുവിദ്യയുടെ സംഭാവനയാണ്. എത്ര പരുക്കനായ പാറയെപ്പോലും മെഴുകുപോലാക്കി തീർക്കുവാനുള്ള ചില വിദ്യകൾ അന്നത്തെ വാസ്തുശില്പികൾ വികസിപ്പിച്ചിരുന്നു. അത്തരം ഗൂഢമായ അറിവുകളൊന്നും തന്നെ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എന്തിനും പടിഞ്ഞാട്ട് നോക്കി അഭിമാനം കൂറുന്ന നമുക്ക് നമ്മുടെ കഴിയിലുള്ളതിനെ കാണാനുള്ള കഴിവില്ലാതെയായിപ്പോയി. ഈ ഒരു പ്രദേശം മുഴുവനും ഇത്തരത്തിലധികം ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലങ്ങളാണ്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമാണിത്. ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ പാറകളും നിലകൊള്ളുന്നത്. ഇതെല്ലാം ഉരുണ്ട് താഴേക്ക് വരുമോ എന്ന് ഞാൻ പലപ്പോഴും ശങ്കിച്ചു പോയിരുന്നു. പക്ഷേ ഒന്നും വീഴില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ട് ഈ പാറകൾ ഇവിടെ വരുന്നവരെ ഞാൻ ശങ്കിച്ചതുപോലെ ശങ്കിപ്പിച്ചുകൊണ്ട് ഒരു അനക്കവും കൂടാതെ നിലനിൽക്കുന്നു. ഇക്കാണുന്ന പാറകളെ എല്ലാം തന്നെ ഒരു പ്രത്യേകതരം ലോക്കിങ്ങിന് അന്നത്തെ വാസ്തുശില്പികൾ വിധേയമാക്കിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാവില്ല എന്ന് മാത്രം. തൽക്കാലം ഗുഹയോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ഇത്തരം ചരിത്രാവശിഷ്ടങ്ങൾ കാണാം. ഇത് ഇവിടെയുള്ളൊരു ഗ്രാമീണ ഗൃഹമാണ്. പൊതുവെ ഇവിടെയുള്ള പരമ്പരാഗത നിർമ്മാണ രീതി ഇപ്രകാരമാണ്. ഇവരെല്ലാവരും തന്നെ ഇതിൽ സന്തുഷ്ടരുമാണ്. ഇനി പോവേണ്ടത് ആ കുന്നിൻ മുകളിലേക്കാണ്. അവിടെയുള്ള ഒരു ചരിത്ര നിർമ്മിതിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം.